അബ്ദുറഹീം കൊലപാതകത്തിലെ ഘാതകർ അപകടകരമായ വേദനാജനകമായ കാര്യമാണ്. കർണാടകയിലെ SKSFന്റെ സജീവ പ്രവർത്തകനും നാട്ടിലെ പള്ളിയുടെ സെക്രട്ടറിയും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനുമായിരുന്ന പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരനെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് സംഘപരിവാർ കൊലപ്പെടുത്തിയത്. വളരെ ആസൂത്രിതമായിട്ടാണ് അബ്ദുറഹീമിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അബ്ദുറഹീമുമായി ബന്ധമുള്ള ആളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അങ്ങനെ ആസൂത്രിതമായി അദ്ദേഹത്തെ ട്രാപ്പിലാക്കിക്കൊണ്ട് അതിക്രൂരമായ രീതിയിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത്. കയ്യിൽ കിട്ടുന്ന മുസ്ലിങ്ങളെ മുഴുവനും കൊന്നൊടുക്കുക എന്ന തീർത്തും അപകടകരമായ ഒരു മനോനിലയിലേക്ക് സംഘപരിവാർ എത്തിയിരിക്കുകയാണ്. ദക്ഷിണ കന്നഡ ജില്ലയിൽ വളരെ അപകടകരമായ ഒരു സമീപനമാണ് സംഘപരിവാർ അടുത്ത കാലത്തായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് അതിശക്തമായിട്ട് ഇടപെടേണ്ട ഒരു സമയമാണ്. വളരെ നിഷ്ഠൂരമായ രീതിയിൽ ഭരണം നടത്തിയിരുന്ന സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് കർണാടകയിലെ ന്യൂനപക്ഷ സമുദായത്തിന്റെ വലിയ പിന്തുണയോടുകൂടെ മതേതര സർക്കാർ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിലവിൽ വന്നത്. ഇവിടുത്തെ സാധാരണ ജനങ്ങള് അർപ്പിച്ചിട്ടുള്ള ഒരു വലിയ വിശ്വാസമുണ്ട്. ന്യൂനപക്ഷ സമുദായം അവരർഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ഒരു ജീവിതമാണ്. ആ സമാധാനപരമായ ഒരു ജീവിതം കർണാടകയിൽ പുലരണമെങ്കിൽ നിരന്തരം വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ നേതാക്കള് ഇത്തരം കൊലപാതകങ്ങൾക്ക് കർട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് പദ്ധതി തയ്യാറാക്കുന്ന അവരുടെ നേതാക്കളെയാണ് പിടികൂടേണ്ടത്. മതം തലക്ക് പിടിച്ച അനുയായികള് നാടൊന്നാകെ കലാപഭൂമിയാക്കാനുള്ള വലിയ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ പൊളിച്ച് നാടിന്റെ സമാധാനം കൃത്യമായിട്ട് സമാധാന അന്തരീക്ഷം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിയമപാലകർക്കുണ്ട്. നിയമപാലകർ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നാട് ഭരിക്കുന്ന സർക്കാരുമാണ്. സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. ന്യൂനപക്ഷ സമുദായത്തിന്റെ ആത്മവിശ്വാസം തിരിച്ചു പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ കൃത്യമായ ജാഗ്രതയോടുകൂടെയുള്ള സമീപനം ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അതേസമയം ഇത്തരം നിഷ്ഠൂര സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ രാജ്യത്തൊന്നാകെ ന്യൂനപക്ഷ സമുദായത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ആസൂത്രിതമായിട്ട് സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അവിടെയും പണ്ഡിതന്മാരെ ഒറ്റതിരിഞ്ഞ് അറ്റാക്ക് ചെയ്യാനും സാമൂഹ്യ ബോധമുള്ളവരായി മാറണമെന്ന ആഹ്വാനത്തെ പോലും മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്ന വികാര ജീവികൾ നമ്മൾക്കിടയിലുണ്ട്. അവരെയും കൂടി കരുതിയിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.